നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ഒരുക്കങ്ങളാകുന്നു. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 50-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ വാക്ക് പാഴായി. പൊന്നാനി കോൾപ്പാടവിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കർഷകർ നൂറടിത്തോട്ടിലെ നീരൊഴുക്ക് തടഞ്ഞു. ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചതിന് ശേഷമാണ് നീരൊഴുക്ക് തടയുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പരൂർ പടവ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വർണ്ണപ്പന്തലുകളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി 20 ചൊവ്വാഴ്ച കാലത്ത് വിശേഷാൽ പൂജകൾക്ക് ശേഷം പൂരം കൊടിയേറ്റം നടത്തിയതു മുതൽ ഉത്സവ ദിവസം വരെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചുറ്റുവിളക്കം ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് യുവജന സംഘം പട്ടാണിച്ചിറ കമ്മിറ്റി, ഉള്ളിശ്ശേരി, ചെറുവത്താണി എന്നിവരുടെ നാട്ടുതാലം ഉണ്ടാകും. ഉത്സവ ദിവസം രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം ഊരാളനും മേൽശാന്തിയുമായ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തോട്ടപ്പായമന സജീഷ് നമ്പൂതിരി സഹകാർമ്മികനാകും. തുടർന്ന് കലം കരിക്കൽ ചടങ്ങും നടക്കും. ഉച്ചതിരിഞ്ഞ് 3 വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ നടക്കുന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് പിതൃകോവിൽ പാർത്ഥസാരഥി ദേവിയുടെ തിടമ്പേറ്റും. 3:30 മുതൽ അഞ്ഞൂർ, കമ്പനിപ്പടി, ചിറ്റഞ്ഞൂർ, തെക്കേപ്പുറം, ചെറുവത്താനി, അഞ്ഞൂർകുന്ന്, തൊഴിയൂർ, നമ്പീശൻപടി തുടങ്ങിയ ദേശങ്ങളിലെ പ്രാദേശിക പൂരങ്ങൾ പാർക്കാടി പാടത്ത് അണിനിരക്കും. 5:45 പാണ്ടിമേളത്തോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, പുതുപ്പള്ളി സാധു, ഊക്കൻസ് കുഞ്ചു തുടങ്ങി 50-ൽ പരം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6:45 പകൽപൂരം സമാപിക്കും. തുടർന്ന് വടക്കൻ വാതിക്കൽ നാടൻ കലാരൂപങ്ങളുടെ വരവും രാത്രി 9 അഞ്ഞൂർകുന്ന് യുവജന ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ 101-ൽ പരം മേള കലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുരമേളവും അരങ്ങേറും. തിങ്കളാഴ്ച പുലർച്ചെ 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, ദേശപൂരങ്ങളുടെ വരവിന് ശേഷം 4:30 കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രം കോമരം രാജേഷ് കുട്ടഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങായ പൊങ്ങലടിയോടുകൂടി പൂരാഘോഷത്തിന് സമാപനമാകും. പ്രവാസി കൂട്ടായ്മ, വർണ്ണം പൂരാഘോഷ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് വർണ്ണപ്പന്തലുകൾ ഒരുക്കിയിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് പാർക്കാടി അമ്മ ടീമിന്റെ വീരനാട്യം, നമ്പീശൻപടി, കമ്പനിപ്പടി സെന്ററുകളിൽ ഫാൻസി ഷോ എന്നിവയും ഉണ്ടാകും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അഞ്ഞൂർ കുന്നംകുളത്ത് ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി, തോട്ടപ്പായമന സജീഷ് നമ്പൂതിരി, വിജയൻ അഞ്ഞൂർ, TV സനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരീക്ഷകളിൽ വിജയിക്കുക എന്നതിലുപരി സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ കാതലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പാരന്റിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവ് വർദ്ധിപ്പിക്കുക എന്നതല്ല വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ജോലിക്ക് വേണ്ടിയുള്ള പഠനങ്ങളെക്കാൾ ഉപരിയായി സമൂഹത്തിന്റെ സഹജീവികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയിൽ ഇടപെട്ട് പരിഹാരം കാണാനും കഴിയുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് വിവക്ഷിക്കുന്നത്. കുട്ടികളെ മികച്ചവരാക്കി മാറ്റാൻ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കഴിയില്ല. അതിന് രക്ഷിതാക്കളുടെ നിരന്തരമായ ശ്രദ്ധയും ഇടപെടലും അനിവാര്യമാണെന്നും ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പാരന്റിംഗ് പോലുള്ള പരിപാടികൾ മാതൃകാപരമാണെന്നും C. രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന് മുഴുവൻ മനുഷ്യരും, മുഴുവൻ കുടുംബങ്ങളും കുടുംബം എന്ന രീതിയിൽ വിജയിച്ചാൽ അതാണ് വികസനം. അവിടെയാണ് ജനങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യർക്കും തൃപ്തി, സംതൃപ്തി, ആഹ്ലാദം, ആനന്ദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്ത് വിജയമുണ്ടാകും. ജീവിത പരീക്ഷയിൽ A+. സ്കൂളിൽ പോയ പാഠപുസ്തകങ്ങളും ടീച്ചറുണ്ടാവും. അവർ വിഷയം പഠിപ്പിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കുമെന്നാണ് അതൊരു ഭാഗമായിട്ട്. ബാക്കി ചെയ്യേണ്ടത്
സാമൂഹ്യ പ്രവർത്തകരും ഒക്കെയാണ്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സച്ചിൻ പ്രകാശ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് ബിനു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ജോസ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി KA രവിചന്ദർ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ശില്പശാലയിൽ സംബന്ധിച്ചു. ക്രെയിൻ മതിലിലിടിച്ച അപകടം. ചാവക്കാട് ഏനാമാവ് റോഡിൽ പാലയൂർ ഡോബിപ്പടിയിൽ ബുധനാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. ബസിന് സൈഡ് കൊടുത്ത ക്രെയിൻ നിയന്ത്രണം വിട്ട റോഡരികിലെ മാളിയേക്കൽ റാസിക്കിന്റെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. അങ്ങാടിത്താഴത്തുള്ള സ്വകാര്യ മരമില്ലിലെ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് പഞ്ചാരമുക്ക് മുതൽ ചാവക്കാട് വരെ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ക്രെയിൻ സ്ഥലത്തു നിന്നും മാറ്റി. വാർഡ് കൌൺസിലർ നൌഷാദ് അഹമ്മവും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. റോഡിന് വീതി കുറവായതും കാനയ്ക്ക് സ്ലാബ് ഇടാത്തതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ലാബ് ഇടാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് 23-ാം വാർഡ് കൌൺസിലർ നൌഷാദ് അറിയിച്ചു. വിവരസാങ്കേതികവിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരളാവിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഇന്റർനെറ്റ് വിനിമയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുവാൻ വിതരണ ശൃംഖലയിലും സാങ്കേതികവിദ്യയിലും അടിമുടി മാറ്റം വരുത്തും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേബിൾ TV മേഖല വലിയ കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വരും ദശകങ്ങളിലെ സാങ്കേതിക മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അടുത്ത 30 വർഷത്തെ വികസന സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നിലവിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതിഭീകരവും അത്യന്തം അത്ഭുതകരവും വിസ്ഫോടനാത്മകവുമായ മാറ്റങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ മാനവരാശി ഉണ്ടായിട്ട് ഒരു 3,15,000 വർഷങ്ങളായി നാണ് കണക്കാക്കുന്നത്. 3,15,000 വർഷം കൊണ്ട് ആകെ ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യവർഗം ഉണ്ടാക്കി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ അറിവുകളുടെയും ഇരട്ടി അറിവിന്റെ വിസ്ഫോടനം ഉണ്ടാകുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലാണ്. അതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കണക്ക്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് 3.25 ലക്ഷം വർഷങ്ങളുടെ അറിവിന്റെ ഡബിളിംഗ് ഉണ്ടാകുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹംസ ഷമീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി KC ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AJ അജോ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. MK സമദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA ബൈജു, PM നാസർ, മേഖലാ വൈസ് പ്രസിഡന്റ് TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതായി പരാതി. കുന്നംകുളം കക്കാട് സ്വദേശി കള്ളിപ്പറമ്പിൽ വീട്ടിൽ വിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള KL 46V 4781 ഹീറോ HF ഡീലക്സ് ബൈക്കാണ് മോഷണം പോയത്. ബുധനാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. ഏകദേശം 80,000 രൂപ വിലമതിക്കുന്നതാണ് നഷ്ടപ്പെട്ട ബൈക്ക്. വിനീഷിന്റെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. MLAയുടെ വാക്ക് പാഴായി. പൊന്നാനി കോൾപ്പടവിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കർഷകർ 100 തോട്ടിലെ നീരൊഴുക്ക് തടഞ്ഞു. സാധാരണ ഡിസംബർ 31 മുതൽ ജനുവരി 15 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുത്തിക്കാട് ബണ്ടിലേക്ക് 100 തോട്ടിൽ നിന്നും വെള്ളം പമ്പിംഗ് ചെയ്തിരുന്നത്. 15-ന് ശേഷം പൊന്നാനി കോൾപ്പടവിലെ 9,000 ഏക്കർ വരുന്ന കോൾപ്പടവുകളിൽ നെൽകൃഷിക്ക് വെള്ളം ആവശ്യമുള്ളതിനാൽ ബണ്ടിൽ നിന്നും വെള്ളം അടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വർഷം തിരുത്തിക്കാട് ഭാഗത്തെ കൊയ്ത്തിന് സമയം വൈകി നടന്നതിനാലാണ് വെള്ളം അടിക്കുന്നതിന് കാലതാമസം നേരിട്ടത്. തിരുത്തിക്കാട് ബണ്ടിലെ പാടശേഖരങ്ങളിലേക്കാണ് പറമ്പുകളിലേക്കും മറ്റാവശ്യത്തിനുമായി 100 തോട്ടിൽ നിന്നും വെള്ളം അടിക്കുന്നത്. കഴിഞ്ഞ ദിവസം AC മൊയ്തീൻ MLAയുടെ സാന്നിധ്യത്തിൽ പൊന്നാനി കോൾപ്പടവ് കർഷകർ അവരുടെ വെള്ളത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുകയും നെൽകൃഷിക്ക് പ്രാധാന്യം നൽകേണ്ടതിനാൽ വെള്ളം 100 തോട്ടിൽ നിന്നും അടിക്കില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പൊന്നാനി കോളിന്റെ വിവിധ പടവുകളിൽ
നെൽനടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ നൂറടിത്തോട്ടിൽ വെള്ളം ബണ്ടിനൊപ്പം നിറച്ചു നിർത്തുകയാണ് പതിവ്. നിലവിൽ നൂറടിത്തോട്ടിൽ 2-3 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. ഇനിയും വെള്ളം താഴുകയാണെങ്കിൽ അത് തുടർ പ്രവർത്തനങ്ങൾക്ക് തികയാതെ വരും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി കോൾപ്പട അതിർത്തിയായ ചുള്ളിക്കാരൻ കുന്നിൽ നൂറടിത്തോട് തടഞ്ഞ് വെള്ളം കെട്ടി നിർത്തുവാൻ കർഷകർ രംഗത്തെത്തിയത്. ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചതിന് ശേഷമാണ് നീരൊഴുക്കു തടയുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് AT അബ്ദുൽ ജബ്ബാർ, എക്സിക്യൂട്ടീവ് അംഗം ഷക്കീർ തുടങ്ങിയവർ പറഞ്ഞു. ഇപ്പോൾ 2-3 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ വെള്ളം ബണ്ടിനോടൊപ്പം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വെള്ളം എല്ലാ പടവേരും ഇപ്പോഴാണ് നട്ട് കഴിയണം. പരൂർ പടവൊക്കെ നട്ട് കഴിയണമല്ലോ. അപ്പോൾ വെള്ളം 3 മാസത്തെങ്കിലും വെള്ളം ആവശ്യമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായത് കാരണമാണ് ഞങ്ങളിപ്പോൾ ഇത് കെട്ടിയിട്ട് സംരക്ഷിക്കുന്നത്. അവരോട് പറഞ്ഞില്ലേ? എല്ലാവരോടും പറഞ്ഞു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും പറഞ്ഞ് മിന്നാന്ന് മീറ്റിംഗ് കൂടിയിട്ട് അടിക്കില്ല. MLA അടക്കം പറഞ്ഞതാണ് നെൽകൃഷിക്കാണ് മുൻഗണന കൊടുക്കൽ പറഞ്ഞു. എന്നിട്ട് ഇറിഗേഷനിലെ എഴുത ഒരു പിടിവാശി മൂലമാണ് ഇപ്പോൾ ഇത് അടിക്കുന്നതെന്നാണ് അറിഞ്ഞത്. റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് അൻസാറിന്റെ അഭിമാന താരങ്ങൾ. കുട്ടികൾക്ക് പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ ആവേശകരമായ അനുമോദനം ഒരുക്കി. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലേക്ക് പറക്കാനൊരുങ്ങുന്ന അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടി ശാസ്ത്രജ്ഞർക്കാണ് വിദ്യാലയമുറ്റത്ത് ആവേശകരമായ അനുമോദനം സംഘടിപ്പിച്ചത്. സ്കൂൾ ലീഡറും 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുമായ നാമിർ നിഷാദ്, 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ KA ഷാമിൽ, മുഹമ്മദ് ഷിസാൻ, ഇവരുടെ ട്രെയിനറായ സുഗൈന അബൂബക്കർ എന്നിവർക്കാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണം ലഭിച്ചത്. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ വഴി രാജ്യത്തെ ചുരുക്കം ചില വിദ്യാലയങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന സുവർണ അവസരമാണിത്. സ്കൂളിലെ ATL ടിങ്കറിംഗ് ലാബിൽ നിന്നും മുളപൊട്ടിയ നൂതന ആശയങ്ങളും സാങ്കേതിക മികവുമാണ് ഇവരെ ദേശീയ ശ്രദ്ധ നേടാൻ പ്രാപ്തരാക്കിയത്. എൻ്റെ പേര് നാമിർ നിഷാദ്. ഞാൻ ഷാമിൽ. ഞങ്ങൾ ATL നിന്നിട്ട് സ്കൂളിൽ നിന്ന് കുറേ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഗ്ലോബൽ ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട്, നാഷണൽ ലെവൽ, അതുപോലെ കുറേ ഡിജിറ്റൽ ഫെസ്റ്റിന് ഞങ്ങൾക്ക് പിന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൃഷ്ടി ഹാക്കത്തോൺ, അതുപോലെ പല കോമ്പറ്റീഷനുകൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് ഗ്ലോബൽ സ്റ്റേറ്റിലൊക്കെ. അത് കാരണത്താലാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള കാരണം. റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാനും ദേശീയ നേതാക്കൾക്കൊപ്പം വിശിഷ്ടാതിഥികളായിരിക്കാനും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പ്രത്യേകം ക്ഷണം ലഭിച്ച ഈ മിടുക്കരെ ഉപഹാരങ്ങൾ നൽകിയാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും സഹപാഠികളും ചേർന്ന് അഭിനന്ദിച്ചത്. അൻസാറിന്റെ യശസ് ദേശീയ തലത്തിൽ ഉയർത്തിയ യുവപ്രതിഭകൾ വരും ദിവസങ്ങളിൽ തലസ്ഥാനത്തേക്ക് യാത്ര തിരിക്കും. വലിയ നേട്ടമാണ് വിദ്യാലയത്തിനുണ്ടായിട്ടുള്ളതെന്ന് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ഹംസ, വൈസ് പ്രിൻസിപ്പൽ സാജിറ റസാഖ്, ജൂനിയർ പ്രിൻസിപ്പൽ KR രവ്യ എന്നിവർ അനുമോദന ചടങ്ങിന് നേതൃത്വം നൽകി. സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 10 ഇനങ്ങളിലായി 72 കുട്ടികളാണ് കലോത്സവത്തിൽ മത്സരിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം പണിയനൃത്തം, ഒപ്പന, തിരുവാതിര, മോഹിനിയാട്ടം, കുച്ചുപ്പടി എന്നീ ഇനങ്ങളിലും ഹൈസ്കൂൾ വിഭാഗം ഒപ്പന, യക്ഷഗാനം, പണിയനൃത്തം, വട്ടപ്പാട്ട്, ചിത്രരചന എന്നീ ഇനങ്ങളിലും വിദ്യാർത്ഥികൾ മത്സരിച്ചു. അതിൽ തന്നെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന തുടർച്ചയായി 16ാം തവണയും യക്ഷഗാനം തുടർച്ചയായി 12ാം തവണയുമാണ് സംസ്ഥാനതലത്തിൽ മത്സരിക്കുന്നത്. സംസ്ഥാന കലാമേളയിൽ മാറ്റുരച്ച വിദ്യാർത്ഥികളെയും നേതൃത്വം നൽകിയ അധ്യാപകരെയും സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അനുമോദിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചനാ പരിശീലന ക്യാമ്പ് നടത്തി. ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി രാവിലെ 10 മുതൽ 4 വരെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂളിലെ മുൻ ചിത്രരചനാ അധ്യാപകനായിരുന്ന KK ബാലൻ മാസ്റ്ററെ പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് മോഹനൻ വെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KV വൃന്ദ, പ്രധാനാധ്യാപിക ബിന്ദു ബാബു, SMC അംഗം KV അരവിന്ദാക്ഷൻ, സീനിയർ അധ്യാപിക MB ശ്രീകല എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചിത്രരചനാ ക്യാമ്പിന് ബാലൻ മാസ്റ്റർ നേതൃത്വം നൽകി. 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബാലൻ മാസ്റ്റർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇരിങ്ങപ്പുറം SMUP സ്കൂളിന്റെ 112ാം വാർഷികാഘോഷം വർണ്ണാഭമായി. വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയയപ്പ് നൽകി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് വാർഷികാഘോഷം. ബുധനാഴ്ച നടന്ന ആദര സമ്മേളനവും സുഹൃത്ത് സംഗമവും പ്രശസ്ത കഥാകൃത്ത് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും
ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പ്രായം കൂടുന്തോറും വിദ്യാലയങ്ങളിലേക്ക് വരാൻ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക്, അത് നമ്മൾ പണ്ട് പഠിച്ചതാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. അല്ലാത്ത വിദ്യാലയത്തിലേക്ക് വരുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ അനുഭൂതിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം മറ്റേതൊരു വിദ്യാലയത്തിലാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ഓർക്കുക നമ്മൾ പഠിച്ച വിദ്യാലയത്തെക്കുറിച്ചായിരിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീബ് MP അധ്യക്ഷത വഹിച്ചു. 33 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകൻ KS സജീവ് മാസ്റ്ററുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം ചലച്ചിത്രതാരം ഷംല ഹംസ നിർവഹിച്ചു. ചിത്രകാരൻ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ വിരമിക്കുന്ന സജീവ് മാസ്റ്ററുടെ ചിത്രം ഗസൽ പാടിക്കൊണ്ട് വരച്ചത് ചടങ്ങിന് മാറ്റുകൂട്ടി. പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചോവല്ലൂർ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. PTA പ്രസിഡന്റ് KK സുധീഷ്, മാനേജർ പ്രതിനിധി KR സുജിത്ത്, ജനറൽ കൺവീനർ KS സിനി ടീച്ചർ, OSA പ്രസിഡന്റ് CM ഹരിദാസ്, PTA പ്രസിഡന്റ് അശ്വതി സുജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിനുശേഷം പ്രശസ്ത മൃദംഗ വിദ്വാൻ ഡോക്ടർ ബാബുരാജ് പെരിയരംപറ്റ നയിക്കുന്ന നാദ വൈഖരി മ്യൂസിക് ബാൻഡിന്റെ സംഗീത വിരുന്നും അരങ്ങേറി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷം പ്രശസ്ത എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ LSS, USS ജേതാക്കളെ ആദരിക്കും. വിശിഷ്ടാതിഥികളായി ചിത്രകാരൻ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ജനപ്രതിനിധികളായ സിനിഷ അനീഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യ നിമിഷ എന്നിവർ പങ്കെടുക്കും. നൃത്തമികവിന് കലാഭവൻ മണി സ്മാരക പുരസ്കാരം നേടിയ കുമാരി ആരാധ്യ K മുകുന്ദനെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുന്നേർകുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഷീജ പ്രശാന്ത്, ചാവക്കാട് ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ട്രഷറർ ജാസ്മിൻ ഷഹീർ, പുന്നേർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി K ഷിബിന, മണി ബാഹുലയൻ, പ്രിയ ജയൻ, വാർഡ് മെമ്പർ EP സുഭാഷ് എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം കൊഴപ്പമഠം കുനിയത്ത് മുകുന്ദൻ സിനി ദമ്പതികളുടെ മകളായ ആരാധ്യ രാമരാജ് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 74ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. വിദ്യാലയാങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് കൂടുതലായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക. കൂടാതെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ടാലൻറ്റഡ് ആയിരിക്കും, ഓരോ പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഒരു ഹാർഡ് വർക്കോടെയും ഡിറ്റർമിനേഷനോട് കൂടിയിട്ടും ചെയ്യാൻ ഒന്ന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വിചാരിക്കുന്നത് അത് നമുക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിലെപ്പോഴും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ഡ്രീം ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷയായി. സിസ്റ്റർ സോണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ, ലാസലേറ്റ ഭവൻ സുപ്പീരിയർ ഫാദർ ജോണി വടക്കൻ, PTA പ്രസിഡന്റ് AK ഷക്കീർ, സ്റ്റാഫ് പ്രതിനിധി AA പെട്രീഷ്യ, വിദ്യാർത്ഥി പ്രതിനിധി CL നേഹ, MPTA പ്രസിഡന്റ് സിമി ബിജു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വനജ സുകുമാരൻ, സ്കൂൾ ലീഡർ PR അഞ്ജിമ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, ഹൈസ്കൂൾ അധ്യാപിക CO ബേബി ടീച്ചർ, UP വിഭാഗം അധ്യാപിക മേരി ജോസ് വടക്കൂട്ട് എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. പ്ലാറ്റിനം ജൂബിലിയുടെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും മാഗസിൻ പ്രകാശനം സിസ്റ്റർ സാലി പോളും നിർവഹിച്ചു. സെന്റ് തോം കോൺവെന്റ് മദർ സുപ്പീരിയർ C ശുഭ ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.
നെല്ലുവായി മുല്ലയ്ക്കൽ ഭരണി വേലയോടനുബന്ധിച്ച് പറപ്പുറപ്പാടും കൊടിയേറ്റ കർമ്മവും നടന്നു. നെല്ലുവായി, മുരിങ്ങാത്തേരി എന്നീ പ്രധാന ദേശങ്ങൾ ചേർന്നാണ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചത്. തുടർന്ന് നെല്ലുവായി ദേശത്തിന്റെ നേതൃത്വത്തിൽ നിധിനും സംഘവും അവതരിപ്പിച്ച മേളം അരങ്ങേറി. ആചാരവേലകളും അണിനിരന്നു. ജനുവരി 26-ാം തീയതിയാണ് ഭരണിവേല ആഘോഷിക്കുന്നത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തന മികവിന് ആശാപ്രവർത്തകരെ ആദരിച്ചു. പൊതുസമൂഹത്തിൽ ആരോഗ്യരംഗത്ത് സമാനതകളില്ലാത്ത രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ആശാപ്രവർത്തകരെ ആദരിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രം മാതൃകയായത്. 2 ആഴ്ചയിൽ കൂടുതൽ ചുമയും അകാരണമായി ശരീരഭാരം കുറയുന്നതും ഗൃഹസന്ദർശന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വിദഗ്ധ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. തുടർന്നാണ് ഇവർക്ക് ക്ഷയരോഗം സ്ഥിരീകരിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വാർഡ് 8-ലെ ആശാപ്രവർത്തകയായ ബ്രീസി ജേക്കബ്, വാർഡ് 2-ലെ ആശാപ്രവർത്തകയായ PK സിമി എന്നിവരെയാണ് ആദരിച്ചത്. പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡും വിതരണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ചിന്ത KP, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, VL ബിജു, TS ശരത്ത്, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ, നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തങ്ങളുടെ അംഗപരിമിതികളെ മറികടന്ന് മനസ്സിന്റെ ഇച്ഛാശക്തിയാൽ ശിങ്കാരിമേളത്തിൽ ചരിത്രം രചിച്ച ഭിന്നശേഷിക്കാരുടെ വീൽചെയർ ശിങ്കാരിമേളത്തിന് അരങ്ങേറ്റം കുറിച്ചു. പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി പേങ്ങാട്ടിരിയാണ് വീൽചെയർ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റ വേദിയായി മാറിയത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുമായുള്ള ഭിന്നശേഷിക്കാരുടെ ശിങ്കാരിമേളം ഗ്രൂപ്പ് പൂമ്പാറ്റ ടീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൃശൂർ പെപ്പിൻ ജോർജ് എന്ന അധ്യാപകന്റെ ശിക്ഷണത്തിലാണ് പൂമ്പാറ്റ ടീം ശിങ്കാരിമേളം അഭ്യസിച്ചു വരുന്നത്. പെപ്പിൻ ജോർജും അപർണയുമാണ് ഗ്രൂപ്പിനെ നയിക്കുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ നിന്നും നിയാസ്, കപ്പൂർ പഞ്ചായത്തിൽ നിന്നും രമേശ് എന്നിവർ ഇരു പഞ്ചായത്തുകൾക്കും അഭിമാനമായി വീൽചെയർ ശിങ്കാരിമേളം ഗ്രൂപ്പിൽ ചെണ്ടയിൽ താളലയം തീർക്കുന്ന ഭിന്നശേഷിക്കാരാണ്. ഫെബ്രുവരി 14-ന് നടക്കുന്ന AKP-CTA 68ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ നിർവഹിച്ചു. AKP-CTA ജില്ലാ പ്രസിഡന്റ് AT ജയ അധ്യക്ഷയായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു മുഖ്യപ്രഭാഷണം നടത്തി. AKP-CTA ജില്ലാ സെക്രട്ടറി പ്രമോദ് P സമ്മേളന നടപടികൾ വിശദീകരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, SFI ഏരിയ പ്രസിഡന്റ് അക്ഷയ്, നോൺ ടീച്ചേഴ്സ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ യൂണിറ്റ് സെക്രട്ടറി സജി, AKP-CT ജില്ലാ ട്രഷറർ PP സന്തോഷ്, S അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 14-ന് ശ്രീകൃഷ്ണ കോളേജിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി K കൊച്ചനിയൻ ചെയർമാൻ, P പ്രമോദ് ജനറൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി സ്വാഗത സംഘം രൂപീകരിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പാലയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരചൊവ്വ മഹോത്സവം നടത്തി. പുലർച്ചെ നടതുറക്കൽ, വിശേഷാൽ പൂജകൾ, പറംവെപ്പ്, ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തലും ഉണ്ടായി. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വേല എഴുന്നള്ളിപ്പ്, ദീപാരാധനയും നടന്നു. രാത്രി 12:30 നാട്ടുതാലവും വടക്കേത്തറയിൽ ഗുരുതിയും ഉണ്ടായിരുന്നു. തുടർന്ന് ബ്ലാങ്ങാട് ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി. ഗാനമേളയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാധാകൃഷ്ണൻ, അംഗങ്ങളായ മണിക്കുട്ടൻ, രാജൻ, ഗംഗാധരൻ, ക്ഷേത്രം ക്ലർക്ക് സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളത്തിന്റെ പ്രഥമ നോവൽ പുറത്തിറങ്ങുന്നു. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30-ന് ഡോക്ടർ MN കാരശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിക്കും. പുന്നയൂർകുളം കമലാസുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ നടത്തുന്ന ചടങ്ങിൽ ഡോക്ടർ ഖദീജ മുംതാസ് പുസ്തകം ഏറ്റുവാങ്ങും.
ടി മോഹൻ ബാബു പുസ്തക പരിചയം നടത്തും. എഴുത്തുകാരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യാതിഥിയാകും. HNC ബുക്കാണ് പ്രസിദ്ധീകരണം നടത്തുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്ന അബ്ദുൾ പുന്നേർകുളത്തിന്റെ 7ാമത്തെ പുസ്തകമാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ. കമല സുരയ്യ പ്രകാശനം ചെയ്ത സ്നേഹസൂചി എന്ന കവിതാ സമാഹാരമാണ് എഴുത്തുകാരന്റെ ആദ്യ പുസ്തകം. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, പുന്നേർകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ, നാലപ്പാടൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് TP ഉണ്ണി തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സാഹിത്യ സമിതി പ്രസിഡന്റ് അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ, എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർകുളം, KB സുകുമാരൻ, സക്രിയ കുന്നച്ചംവീട്ടിൽ, ഹക്കീം വെളിയത്ത് എന്നിവർ അറിയിച്ചു. പുന്നേർകുളം സാഹിത്യ സമിതിയുടെ സ്ഥാപക പ്രസിഡന്റ് അബ്ദുൾ പുന്നേർകുളത്തിൻ്റെ ആദ്യത്തെ നോവല് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ അത് 25-ാം തീയതി പ്രകാശനം ചെയ്യുകയാണ്. ഡോക്ടർ MM കാരശ്ശേരി, ഡോക്ടർ ഖദീജ മുംതാസിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. മുഖ്യ അതിഥിയായിട്ട് സുരേന്ദ്രൻ മങ്ങാടും പുസ്തകം പരിചയപ്പെടുത്തുന്നത് ടി മോഹൻ ബാബുവാണ്. പുസ്തകത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആത്മകഥാംശമുള്ള ഒരു നോവലാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ. അബ്ദുൾ പുന്നേർകുളം ഇവിടുന്ന് അമേരിക്കയിൽ പോയി അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആത്മകഥകളും കുറേ ഭാവനകളും ചേർന്നിട്ടുള്ള നല്ലൊരു നോവലാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. 4 ദിവസങ്ങളിൽ നടത്തിയ നവീകരണ കലശങ്ങൾക്കും വിശേഷാൽ പൂജകൾക്കും ശേഷമായിരുന്നു പുനഃപ്രതിഷ്ഠ. വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും തന്ത്രിമാരായ പേരകത്ത് ബാലചന്ദ്രൻ എമ്പ്രാന്തിരി, രഞ്ജിത്ത് എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികരായി. പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് കോരങ്ങത്ത് മുരളി എന്ന ഭക്തൻ ശാസ്താവിന് സമർപ്പിച്ച ഗോളക ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ഏറ്റുവാങ്ങി. അന്നദാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, മാനേജർ VK പരമേശ്വരൻ, ചന്ദ്രൻ പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു. സമാദരം എന്ന പേരിൽ നടത്തിയ ആഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ അധ്യക്ഷയായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായി. വിരമിക്കുന്ന അധ്യാപകരായ CR വർഗീസ്, M റെനി ജോസഫ്, ജിജി K ജേക്കബ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ അറബിക് എസ്സേ റൈറ്റിംഗിൽ A ഗ്രേഡ് നേടിയ +2 വിദ്യാർത്ഥിനി ഫാത്തിമ ഹംന, കേരള സബ് ജൂനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സയാൻ എന്നീ കലാകായിക പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബ ജോസ്, പ്രധാനാധ്യാപിക ബീന C ജേക്കബ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ആനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, OSA സെക്രട്ടറി KA ഫരീദലി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഭക്തരുടെ സ്വയം പൊങ്കാല സമർപ്പണവും ദേശപ്പറയ്ക്കും തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി പുതുമന ഹരീഷ് നമ്പൂതിരി പൊങ്കാല ദീപം കൊളുത്തി. കോമരം ശങ്കരനാരായണൻ, ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി MK ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ തുടങ്ങി ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ഏപ്രിൽ 22, 23 തീയതികളിലാണ് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന മെലിഞ്ഞ ശരീരമുള്ള ആളാണ്. ചാവക്കാട് സെന്ററിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ച ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർ ചികിത്സയ്ക്കായാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലോ 94 97 98 71 35 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. മലർവാടി ബാലസംഘം മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരം കുന്നംകുളം ഏരിയയുടെ നേതൃത്വത്തിൽ അൻസാർ വിമൻസ് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10 കടവലൂർ പഞ്ചായത്ത് അംഗം സ്മിത മുരളി ഉദ്ഘാടനം ചെയ്യും. അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 4 കാറ്റഗറികളിലായി ക്രയോൺ, ജലഛായ എന്നിവയിലാണ് മത്സരം നടക്കുക. ഏരിയ ജില്ലാതല സമ്മാനങ്ങൾക്ക് പുറമെ സംസ്ഥാനതലത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ വിജയിക്കുന്നവർക്ക് യഥാക്രമം 10,000, 5,000, 3,000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസും സമ്മാനിക്കും. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ രക്ഷാധികാരി P മുനീർ സമ്മാനദാനം നിർവഹിക്കും. മത്സരത്തിനാവശ്യമായ ക്രയോൺ, വാട്ടർ കളർ എന്നിവ കുട്ടികൾ കൊണ്ടുവരണമെന്നും സംഘാടകർ അറിയിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിലെ നടപ്പാതയിൽ പത്തി വിടർത്തി നിന്ന മൂർഖൻ പാമ്പ് നാട്ടുകാരെ 1.5 മണിക്കൂറോളം ഭീതിയിലൂടെ
മുൾമുനയിലാക്കി. ഉച്ചയ്ക്ക് 2:30യോടെയാണ് നടപ്പാതയിൽ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നതായി കാൽനട യാത്രികർ കണ്ടത്. സമീപത്തെ റോഡിൽ നിന്ന് നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ തിരിയുന്ന ഭാഗത്താണ് പാമ്പുണ്ടായിരുന്നത്. ഈ നടപ്പാതയിലേക്ക് പ്രവേശിക്കുന്ന കാൽനട യാത്രികർക്ക് പാമ്പുകടി ഏൽക്കുമോ എന്ന ആശങ്കയിലായിരുന്നു. ഇതോടെ പരിസരത്ത് ജനം തടിച്ചുകൂടി. എന്നാൽ പാമ്പ് പത്തി വിടർത്തി ഒരേ നിൽപ്പായിരുന്നു. ഒടുവിൽ പാമ്പ് പിടുത്തക്കാരെത്തുമ്പോഴേക്കും 4 മണിയോടെ പാമ്പ് കാനയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 325 രൂപ. ചരമം എരുമപ്പെട്ടി കുട്ടഞ്ചേരി ചീനിക്കുണ്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ദാക്ഷായണി ഭാര്യയും സജീവൻ, രാജീവ്, ശശീന്ദ്രൻ എന്നിവർ മക്കളുമാണ്. ചുണ്ടൽ തോമസ് മകൻ ബേബി നിര്യാതനായി. 90 വയസ്സായിരുന്നു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂൾ മാനേജറായിരുന്നു പരേതൻ. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ലില്ലിയാണ് ഭാര്യ. ജിസൺ, ജലീൻ, ജിജു എന്നിവർ മക്കളാണ്. തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബിന് സമീപം ശ്രീഗിരിയിൽ പരേതരായ പുന്നാശ്ശേരി നാരായണൻ നായരുടെയും ചേനത്ത് പ്രേമയുടെയും മകൻ ഗിരീഷ് നിര്യാതനായി. 59 വയസ്സായിരുന്നു. സ്മിതയാണ് ഭാര്യ. സംസ്കാരം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച. ഒരുക്കങ്ങളാകുന്നു. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 50-ൽ പരം ഗജവീരന്മാർ അണിനിരക്കും. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ വാക്ക് പാഴായി. പൊന്നാനി കോൾപ്പടവിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കർഷകർ നൂറടിത്തോട്ടിലെ നീരൊഴുക്ക് തടഞ്ഞു. ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചതിനു ശേഷമാണ് നീരൊഴുക്ക് തടയുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പരൂർ പടവ് കമ്മിറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.